നമസ്കാരം. ആ ലീലാവതിയെ കണ്ടായിരുന്നോ? അത്യാവശ്യമായിട്ടൊരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. ഇല്ല മാഡം, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലീലാവതി ചേച്ചിയെ കണ്ടിട്ട് 3 ദിവസമെങ്കിലും ആവും. പനി വന്നു പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോകുന്നത് കണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഈ പനിന്ന് കേൾക്കുമ്പോഴേ ഇപ്പൊ ഞങ്ങൾക്ക് പേടിയാ. പിന്നെ ആ ബന്ധുക്കളൊക്കെ പോയോ? പോയി തിരിച്ചു പോയതല്ല, കറങ്ങാൻ പോയിരിക്കുക. അവര് പോയതിന്റെ പുറകെ സഹിച്ചേച്ചി പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിക്കാൻ മിക്കവാറും സഹിച്ചേച്ചി ആ വീടിന് തീ വെക്കും. എന്നാലും ആ ലീലാവതി എവിടെ പോയി? അതെനിക്കറിയില്ല. പോട്ടെ. അടുക്കള ജോലികൾ വീട്ടിലെ അംഗങ്ങൾ ഷെയർ ചെയ്ത് ചെയ്യണം. അപ്പൊ ഒരു ലാഭവും ഒക്കെ കിട്ടും, കൂടുതൽ സ്ട്രെയിൻ തോന്നില്ല. ഒറ്റപ്പെട്ട് ഈ അമ്മാവനെ പോലെ ഒരു 19 അമ്മാവന്മാര് ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകം എന്നേ രക്ഷപ്പെട്ടു പോയനെ. അയ്യോ, ഇവിടെ എവിടെ ഒരു മൂങ്ങ കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു മൂളല്. ഓ ശരിയാണല്ലോ. ഒന്ന് നീങ്ങുന്ന കുട്ടി തന്നെ, ഇത് മൂങ്ങ തന്നെ. എനിക്ക് മൂങ്ങയുടെ സൗണ്ട് കേട്ടാൽ ഉടനെ അറിയാം. ഏത് മൂങ്ങയുടെ സൗണ്ട്? ഇതാ ഫസ്റ്റ്. ഇത് ടേപ്പ് അഴയുന്ന സൗണ്ടാണ്. ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് അഴയുമ്പോ ഒരു സൗണ്ട് ഇല്ലേ, ആ സൗണ്ടാണിത്. പഠിപ്പിക്കല്ലേ എന്നെ, സൗണ്ടിന്റെ കാര്യം നീ പഠിപ്പിക്കല്ലേ. എനിക്കറിയാം, വ്യക്തമായിട്ടറിയാം. ഓരോ ജീവി കരയുന്ന സൗണ്ടും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലല്ല, ഇത് പാമ്പ് ചീറ്റുന്ന ശബ്ദം. അതെ, മൂങ്ങയാണ് അല്ലയോ അമ്മ ചെന്ന് നോക്കണം. ചിലപ്പോ നീ പറഞ്ഞത് ശരിയായിരിക്കും, ടേപ്പഴിഞ്ഞതായിരിക്കും. പാമ്പാണെങ്കിൽ രാജവെമ്പാല തന്നെ ആയിരിക്കും. പാമ്പ് ഇവിടെ ഉണ്ട്. പാമ്പ് എന്താ ഇവിടെ? അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? എനിക്കറിയാം, രാജവെമ്പാലയുടെ ശബ്ദം എനിക്കറിയാം. അയ്യോ മാഡം, എടുത്ത് ചാടി ഒന്നും അങ്ങനെ ചെയ്യരുത്. അതെ മാഡം ഒന്ന് ആലോചിച്ചിട്ട്. അതെ കടിച്ചാ കടിച്ചു തന്നെ. അതാണ്. അല്ല, രാജവെമ്പാലയാണ് കേട്ടോ. ആരോട് പറയാം? എല്ലാരോടും എവിടെ പോന്നു? ഞാനും വരുന്നു. മൂങ്ങയല്ല, പാമ്പ് തന്നെ. മൂങ്ങയല്ല, ഇത് ലീലാവതി കുഞ്ഞിന്റെ മുറിയെന്നാണല്ലോ ശബ്ദം. എന്റെ ദൈവമേ, ഈശ്വരാ, ഇത് ടേപ്പും അല്ലല്ലോ. എന്താ എന്ത് പറ്റി? എന്താ ലീലാവതി, കാര്യം പറയൂ. വയ്യ വയ്യ, പനി. അയ്യോ, പൊള്ളുന്ന ചൂടുണ്ടല്ലോ. ഞാൻ ചെന്ന് നരേന്ദ്ര സാറിനെ വിവരം അറിയിച്ചാലോ? വേണ്ട, എന്നെ ഒന്ന് ആശുപത്രി എത്തിച്ചാ മതി. ബിലായിലെ ആശുപത്രിയിലാണ്. ചുമ്മാ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പിടിച്ചേ. പയ്യ പതുക്കെ. ആ ഷീറ്റൊക്കെ അവിടെ ഇട്. അതെടുത്തോ. സത്യം പറഞ്ഞ അവള് രക്ഷപ്പെട്ടു. 5 ദിവസം റെസ്റ്റ് ചെയ്താ സംഗതി മാറുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എന്റെ കാര്യവും വന്നു കയറിയൊരിപ്പൊ ഞങ്ങളെ പുറത്താക്കുമെന്നാ തോന്നുന്നത്. വാസ്തവത്തിൽ അവര് നിങ്ങളുടെ ബന്ധുക്കളാണോ? പുകമറ പോലൊരു ബന്ധം, അങ്ങനെയൊക്കെയാ പറയുന്നത്. 3 പേരും 3 ഗ്രൂപ്പാണ്. ഇത് അന്നമ്മ വേടല്ലേ? ഇതാ സ്വീറ്റ്സ് കഴിക്കണം. സ്വീറ്റ്സാ? വലിയ പൊസിഷനിലായി പോയല്ലോ. ജിലേബി ഇങ്ങോട്ട് വരാൻ വല്ലതും ഉണ്ടോ? ഇന്നെങ്കിലും 10 ദിവസം കയ്യിൽ നിന്ന് ചെലവാക്കാൻ തോന്നിയല്ലേ? ഏയ്, ഞങ്ങൾ അങ്ങനെ തലമറന്ന് എണ്ണ തേക്കൂല. ഇതിപ്പോ ഇവിടുത്തെ അക്കൗണ്ടിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു. അയ്യോ ഈശ്വര, എവിടെ പെൺപുലികളൊക്കെ എവിടെ? അവര് തുണിക്കടയിൽ നിൽക്കുന്നു. സാരിയല്ല, ചുരിദാർ. അതാണല്ലോ ഫാഷൻ. ചുരിദാർ സെലക്ട് ചെയ്തോണ്ട് നിൽക്കുക. അതും ഇവിടുത്തെ അക്കൗണ്ടിൽ തന്നെയാ. അയ്യോ, ഏതാ കട? എന്തോന്നേ കടയുടെ പേര്? സിറ്റി ടാക്സി. ഓടാനൊരു അവസരം ഉണ്ടാക്കുക. അത് സൽക്കർമ്മമല്ലേ, സൽക്കർമ്മം. പോട്ടെ പോട്ടെ, നമുക്ക് പങ്കുവെക്കാടാ വരുമോനെ. ആഹാ, എന്ത് മധുരം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണല്ലോ രാംജി. ജീവിതം എന്ന് പറയുന്നത് ഒരു മായയാണ് കോബ്രതറെ, മായ. മനുഷ്യ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ ഒരിക്കലും ഇറങ്ങി കൊടുക്കേണ്ടി വരും. അപ്പോ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് എന്തിനു വിഷമിക്കണം? എന്തെങ്കിലും നിഗൂഢമായ രഹസ്യങ്ങൾ ഭഗവാനായിരിക്കും ദൈവത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതെ, അമ്മാവൻ പറയുന്നത് പോലെ ഇത് വല്ലതും നമ്മൾ കൊണ്ടുവന്നാണോ? ഇന്നലെ മറ്റൊരു വീട്ടിലായിരുന്നു, ഇന്ന് ഇവിടുത്തെ വീട്ടിൽ, നാളെ വേറെ ഏതോ വീട്ടിൽ. മാറ്റം പ്രകൃതി നിയമമാണ് കോബ്രതറെ. അതെ, നമ്മളെ ഇവിടെ നിന്ന് മാറ്റാണ്ടിരുന്നാ മതിയായിരുന്നു. സത്യം പറഞ്ഞ ഓടിക്കേ, ഇതുങ്ങൾ വന്നു കയറിയ ശേഷം കോളനി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്തിന് മനസമാധാനത്തോടൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സഹിച്ചേച്ചി മുമ്പ് പറഞ്ഞത് നേരെ.
ജനത്തിനെ നമ്മൾ അധികം പറ്റിക്കാൻ പോകരുത്. പൊതുവണ്ടിയിൽ നിന്ന് കാശെടുത്ത് നമ്മൾ വിദേശത്ത് പോകാൻ നോക്കി. ഇപ്പൊ താണ്ട നമ്മുടെ വണ്ടിയിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കുക. എന്താ പ്രസിഡന്റ് മുറ്റത്ത് വെക്കുന്നത്? വെറുതെ ഒന്ന് കാറ്റ് വെള്ളാൻ വേണ്ടി നിൽക്കുക. പനിയൊക്കെ മാറിയാ? ഡൽഹി ചികിത്സിക്കാൻ പോണെന്ന് കേട്ടു. അതുവരെ ഡൽഹി പോകാൻ തുടങ്ങിയതാ. അപ്പൊ ഡൽഹി പറഞ്ഞ് ഡൽഹി ഇങ്ങോട്ട് വരാം. ഒരു യാത്ര ഒഴിവാകുമല്ലോ. ഒന്ന് പോടെ. ഞങ്ങള് വോട്ടർമാരാ. അയ്യോ അത് നേരത്തെ പറയണ്ടേ അനിയാ. വോട്ടർ ആണെങ്കിൽ 2 പ്രാവശ്യം പോടെ. പോ വീട് പോ, പോ, പോ. വീട് വിളി. ചെല്ല്, പോയി കിടന്ന് വീട് ഉറങ്ങടെ, വിളി. പോ. പോടാ. കൂടുതൽ മഞ്ഞ് കൊള്ളണ്ട. മൂപ്പിക്കാതെ പോടാ. ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് വാ, തണുപ്പുള്ള ഇനിയും പനി വരും. അതെ, ഇതുവരെയുള്ള കരുനീക്കങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിജയമായി. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നോക്ക്, ഏറ്റവും പ്രധാന സംഗതി നമ്മൾ അച്ഛനും മക്കളും മരുമക്കളും എന്നുള്ളത് അവരറിഞ്ഞില്ല എന്നുള്ളതാ. അറിഞ്ഞ് ഞാൻ അറിഞ്ഞ് എല്ലാം ഞാൻ അറിഞ്ഞു. ഇത് ഞാൻ സഹിച്ചെടുത്ത് പറഞ്ഞു കൊടുക്കും. അച്ഛനും മക്കളും അറിഞ്ഞ ഓ, ഭയങ്കര ചൂടായിരിക്കും ആ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്താ ഇവന്? പല്ലുവേദന കൊടുക്കേക്ക്. മരുന്നല്ലോ വാങ്ങിച്ച് കഴിക്ക്. അല്ല, ഈ ചേട്ടന് വട്ട്. അയ്യോ. ചേച്ചി അറിഞ്ഞ ഇവര് അറിഞ്ഞൂടാത്തവരല്ല. ഇവര് അച്ഛനും മക്കളും മരുമക്കളുമാണ്. എവിടെ പോ? കാര്യം വിളിച്ചില്ല. ഹലോ, ഇതിന് മറുപടി പറഞ്ഞിട്ട് പോ. കള്ള കൂട്ടങ്ങൾ എല്ലാം കുടുംബക്കാരാണ് വന്നിരിക്കുന്നത്. ചതി കൂട്ടങ്ങള് വാ. അപ്പൊ നമ്പർ ഇട്ട് വന്ന് കയറിയതാണ്. നമ്മളെയൊക്കെ പറ്റിച്ചു കളഞ്ഞല്ലോടാ. അമ്മാവന്റെ ഐഡിയ ആയിരുന്നു ഈ വീട്ടിൽ കുറച്ച് തമാശയായിട്ട് വരണമെന്ന്. ഓ, അത് ശരി. പ്രഭാകരന്റെ ഐഡിയ നിങ്ങളുടെ ശത്രുക്കളി കളിക്കാന്നേ. ഒട്ടും പരിചയമില്ലാത്തവരെ വരിക, പരിചയമില്ലാത്ത പോലെ അഭിനയിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു സതിക്കുഞ്ഞിനെ കണ്ടാൽ തന്നെ മനസ്സിലാവൂല ഞങ്ങൾ തമ്മിൽ അച്ഛനും മക്കളാണെന്ന്. ചേച്ചി തിരിച്ചറിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സമയം കുറേ കൂടെ നീട്ടാമായിരുന്നു. കുറെ കഴിഞ്ഞ് സസ്പെൻസ് പൊളിക്കുമ്പോ അതിനൊരു രസം ഒരു ത്രില്ലും ഉണ്ടാവും. അതെ, നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് നിങ്ങളെയൊക്കെ ഒന്ന് രസിപ്പിക്കാൻ അതിനുവേണ്ടി ഞങ്ങൾ ഈ തമാശ തമാശിച്ചതാടാ. തമാശയോടെ നിൽക്കട്ടെ. ചിറ്റപ്പൻ ചിറ്റപ്പൻ ഹ, പുതിയ തലമുറകൾക്ക് മുറകൾ അറിഞ്ഞൂടെന്ന്. എന്തായാലും ഞങ്ങളുടെ കോമഡി എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും വർക്കൗട്ട് ആയില്ലേ? എനിക്കറിയായിരുന്നു രഹസ്യം പുറത്താവുമ്പോ നല്ല രസമായിരിക്കും. സഹിച്ചേച്ചി ദേ നല്ല ചിരുവന്നിരിക്കട്ടോ. എന്തായാലും എല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് മിനിമം ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞിട്ട് പോയാ മതി. അഥവാ നേരത്തെ പോണെന്ന് പറഞ്ഞാലും ഇവര് വിടണ്ടേ? ചേച്ചി, ഇവിടെ അടുത്ത് അമ്പലം വല്ലതും ഉണ്ടോ? നാളെ മുതൽ നിത്യം കുളിച്ച് തൊഴാനാ. ഓ, നേരാ. അമ്പലക്കുളത്ത് മുങ്ങിക്കുളിച്ച് ദർശനം നടത്തണം. അമ്പലം ഇല്ലെങ്കിൽ ഒരു കുളമുണ്ട്. എവിടെ? ഇതോ ഇവിടെ. ഇപ്പൊ ഒരു കുളമായിട്ട് കിടക്കുമല്ലേ. എന്നാ വരും മക്കളെ, നമുക്ക് നീന്തി കുളിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വിശ്വസിക്കാം. എന്നാ ചേച്ചി വിശ്രമിക്കട്ടെ. ഹലോ, ഈശ്വരാ, ദൈവമേ, ഇതിപ്പൊ കുളമല്ലടാ, കായലും കടലും ഒക്കെ ആവാൻ പോവുക. ഇതെന്താ വൃത്തിയോട് കാണിക്കുന്നത്? കലത്തി കൈ ഇടുന്ന കളത്തിന് കൈയല്ലാതെ പിന്നെ തലയിടാൻ പറ്റുമോടാ? നല്ല നല്ല ഐറ്റംസ് ഉണ്ടായിക്കൂടെടാ. അല്ല അമ്മാവാ. ചിറ്റപ്പൻ വാ ചിറ്റപ്പൻ. ആ, അല്ല ചിറ്റപ്പ, ഇങ്ങോട്ട് നോക്കാം. പിന്നെ കലത്തി കൈയിടാന്ന്. നിങ്ങൾക്ക് ജയൻ എന്ന് പേരിട്ട ആരാണ്? നീ കാര്യം പറ. ഒരിക്കലും മാച്ച് ആവാത്ത ഒരു പേരാണ് ഈ ജയൻ എന്നൊക്കെ പറയുന്നത്. പൗരുഷത്തിന്റെ സിമ്പലാണ്, ആണത്വത്തിന്റെ പ്രതീകമാണ്. നോക്ക്, പ്രസിഡന്റിന്റെ വീട് ഞാൻ ഒറ്റയ്ക്ക് വിറപ്പിച്ച് നിർത്തുന്നില്ലേ? ഇതിൽ കൂടുതൽ എന്താണത്തെ മോനോടെ തെളിയിക്കാൻ? ഞാൻ കാണിച്ചുതരാം. ഇതെവിടെ എടുത്തോട്ട് പോന്നു? പുഴുങ്ങി തിന്നാ ചവിട്ടിക്ക. കാശ് കിട്ടിയില്ല. കാശോ? ഏത് കാശ്? പ്രഭാകരൻ ചേട്ടൻ മേടിച്ച കാശേ സതിച്ചേച്ചി തിരിച്ചു വരുമെന്നാ പറഞ്ഞത്. പ്രഭാകരൻ ചേട്ടൻ വാങ്ങിച്ച കാശാ? ആ, ഇവിടെ താമസിക്കുന്ന പ്രഭാകരൻ ചേട്ടൻ. നിക്കേ. കഴിക്കല്ലേ? അല്ല, മിണുങ്ങള് ഒരാള് ഏതാള്? ചേട്ടൻ ആരെങ്കിലും കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചാ സഹിച്ചേച്ചി തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ആ, വാങ്ങിച്ചു 1000 രൂപ വാങ്ങിച്ചു. 1000 അല്ല, 1200. ഓ, വന്ന് ഒരു ഓർമ്മയില്ലാണ്ടായി. 1000 അല്ല, 1200.
1200 വാങ്ങിയത്. നാളെ കുറച്ചും കൂടെ വാങ്ങണം. അതെ, നിങ്ങൾ കടം വാങ്ങുന്ന കാശ് സൈച്ചേച്ചി എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുന്നത്? സൈറ്റേജിക്ക് ഒരു വെയിറ്റും ഗ്ലാമറും ഒക്കെ ആയിക്കോട്ടെ വെച്ചിട്ടല്ലേ. ഞങ്ങൾക്കും പുതിയ ഡ്രസ്സൊക്കെ എടുക്കണ്ടേടോ. സജിയുടെ ബന്ധുക്കൾ കോലം കെട്ടി നടന്നാലേ അതിന്റെ ക്ഷീണം ആർക്കാ? സജിക്കല്ലേ? അതെ, ഇതൊക്കെ പ്രസിഡന്റിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ. ഇനിയിപ്പോ ഞങ്ങള് മേടിച്ച കടം അത് നിങ്ങൾക്ക് അപരാധമായിട്ട് തോന്നണമെങ്കിൽ ആ കാശ് നിങ്ങൾ കൊടുത്തോ. അല്ല, മനസ്സിലാവത്തോണ്ട് ചോദിക്കാം, ഏത് വകുപ്പിലാണ് നിങ്ങൾ ഇവിടെ കുടിയടപ്പ് താമസിക്കുന്നത്? ആഹാ, അതിനാണ് ഞാനും മനസ്സിലാവാത്തതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുന്നത്. നിങ്ങൾ ഓടിക്ക് എന്ത് വകുപ്പിൽ ഇവിടെ താമസിക്കുന്നത്? അല്ല, വന്നത് ചേട്ടൻ്റെ അടുത്തൊരു തമാശ പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുക. ഞാൻ എന്തെങ്കിലും തമാശക്ക് അങ്ങോട്ട് പറയും, ചേട്ടൻ അത് ഉടനെ സീരിയസ് ആയിട്ട് എടുത്തുകളെ. കഴിച്ചോ, ഇഷ്ടം പോലെ കഴിച്ചോ. ആവശ്യത്തിന് പണവും കടം വാങ്ങിച്ചോ. ഇതൊക്കെ ഞങ്ങളോട് ആരെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞു? ഓടിക്ക് ഒരു 1000 രൂപ കടം തരാൻ നിന്റെ കയ്യിലുണ്ടാ? വീണ്ടും തമാശ പറഞ്ഞാ. ഇനി ഞാൻ ഇവിടെ ചിരിച്ചിരിച്ച് ചത്തുപോകും. അപ്പുറത്ത് പറഞ്ഞ കഴിഞ്ഞോ? ഞാൻ പോയി അയാളെ പറഞ്ഞു വിടാം കേട്ടാ. കുടുംബത്തിന്റെ അടിത്തറ ഇളക്കിയിട്ടേ പോവും. നമ്മളോട് ഇത് എത്ര കണ്ടതാടാ മോനെ. തന്നെ ശൗന്തളെ തന്നെ. ഇത് വോട്ട് തന്നവരുടെ ശാപം തന്നെയാ. ഒരിടത്ത് പോകാനും പറ്റുന്നില്ല, ഇത്തരം ഉപദ്രവങ്ങൾ വന്നുകൂടുകയും ചെയ്തു. വാസ്തവത്തിൽ ഇവര് ബന്ധുക്കൾ തന്നെയാണോ ചേച്ചി? ആ, അകലത്തൂടെ വല്ല ബന്ധം എവിടെയെങ്കിലും കാണും. ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇവിടുന്നൊന്ന് ഇറങ്ങിത്തരണമെന്ന് ഞാൻ വാവിട്ട് പറയാൻ പോവാ. അയ്യോ ചേച്ചി, ഏത് ചോദിക്കുമെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കും, അതിന് മാറ്റമില്ല. പപ്പനെയും കൂടെ ഒരു സെറ്റ് ചേർത്തിരിക്കുകയല്ലേ, നീ ഇപ്പൊ കണ്ടോ ചേച്ചി? ആഹാ, എവിടെ തുറുപ്പ് കണ്ടേ? കണ്ടേ പറ്റുമല്ലേ? കണ്ടേ പറ്റൂ. ഇനം വെച്ചോണ്ട് തുറപ്പ് ചോദിക്കാൻ പാടില്ല. ആ, ദാ, ഓക്കേ. സ്പീഡ് ഉണ്ടാവേ. മനുഷ്യനെ അപ്പൊ നീ കളി പഠിച്ചു തുടങ്ങി. എനിക്ക് ശക്തി തരണം. ഇനി ഒന്നും കളിക്കാൻ നമുക്കൊരു കൂട്ടാ. അങ്ങനെ അതെ, നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണം. എന്താ കേട്ടില്ല? നിങ്ങൾ എല്ലാരും എന്റെ വീട്ടിൽ നിന്ന് ഉടനെ ഇറങ്ങി തരണമെന്ന്. ആ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. വാ, കളിയിൽ ഇൻട്രസ്റ്റ് വന്നപ്പോഴാ ഒരു നേരത്തിന് പോന്നേ. ചേച്ചി അതൊക്കെ പറയും വന്നേ. അല്ല, എന്താ അമ്മാവന്റെ പ്ലാൻ? ആ വീട്ടിൽ നിന്നും ഇറങ്ങാതിരിക്കാനുള്ള തന്ത്രം ഞാനിതാ നടപ്പിൽ വരുത്താൻ പോകും. അതെന്താ തന്ത്രം? നീ നോക്കിക്കോ. ഇത് പിടിച്ച എന്തേ എന്താ എന്തേ ഓ, പശുക്കുട്ടി ചത്തല്ലേ, കുശില കൊണ്ടുവന്ന് പുറവശത്ത് കൊണ്ടുവയ്ക്കോ. അയ്യോ, ചിറ്റപ്പൻ ചിറ്റപ്പ, ഇതെന്ത് പറ്റി? ഇതെന്ത് പറ്റി? പറ്റിയതല്ല, പറ്റിക്ക. നാട്ടുകാർ ശരിക്കും പറ്റി. വാ വാ വാ.